വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബഡ്ജറ്റിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചില്ലെന്നാരോപിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതഗാനം പാടിക്കൊണ്ട് കൈകൾ മുത്താൻ കാലുകൾ നക്കാൻ, കൈകൾ മുത്താൻ കാലുകൾ നക്കാൻ. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും 2 ദിവസം മുൻപ് സെക്രട്ടേറിയറ്റ് പഠിക്കലും പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ശക്തമായ പ്രക്ഷോഭണ പരിപാടികൾ നടക്കുന്നതായി നമുക്കറിയാം. ഇവിടെ ജയദീപ് ഉൾപ്പെടെയുള്ള പാർട്ടി ഭാരവാഹികളുണ്ട്. അതിൽ അധ്യക്ഷൻ ശശികുമാർ ഒരു വാക്ക് പറഞ്ഞതിന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാ പെൻഷൻകാരും സംഘടനയുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്നിക്കും എന്നുള്ളത് ദയവ് ചെയ്ത് അതിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പെൻഷൻ നിഷേധിച്ചാലും സമരത്തിന് വരില്ല. അവരെ ഭരണമുള്ളിടത്തോളം കാലം അത് മാറ്റാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഈ ഗവൺമെൻറ് വീണ്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ചാൽ പെൻഷനേ ഉണ്ടാവില്ല. പെൻഷൻ തന്നെ തീരുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കുടിശ്ശിക കിട്ടിയില്ല, 20% കുടിശ്ശികയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇനി പെൻഷൻ തന്നെ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അപ്പോഴും അവർ സമരം ചെയ്യുന്നു. അതിനൊരു കാരണം കണ്ടുപിടിക്കും. എന്തെല്ലാം സംഭവങ്ങൾ നാട്ടിലുണ്ടാവും. ഇപ്പം എല്ലാവരും ധരിക്കുന്നത് പെൻഷൻകാരുടെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം പെൻഷനായതല്ലേ എന്നാണ്. പക്ഷെ ഒട്ടുമുക്കാൽ ആളുകളും വളരെ ദുരിതത്തിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിശക്തമായി വർദ്ധിച്ചിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലില്ല. ബസ്സിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും ഒരു നിശ്ചിത സംഖ്യയെങ്കിലും അതിന് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. നമുക്ക് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കും എന്ന് NGOമാരോടും റിട്ടയർ ചെയ്തവരോടൊക്കെ അവകാശപ്പെട്ടിരുന്ന സർക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുക്കാനുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഇത്ര വർഷക്കാലമായി ജനദ്രോഹ നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി യാതൊരുവിധ തരത്തിലുള്ള ഒരു പ്രവർത്തനവും അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള യാതൊരു കാര്യക്ഷമമായ ഒരു നടപടികളും ഈ സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇപ്പോൾ വന്ന ബഡ്ജറ്റ് സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഭൂനികുതി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പല ജനദ്രോഹപരമായ നടപടികളുമാണ് ഈ രാജ്യത്ത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആഭ്യന്തര കടം 5 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുക. ആ സമയത്ത് ഹെലികോപ്റ്റർ വാങ്ങാനും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കാനും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയും പ്രതിച്ഛായ നന്നാക്കുന്നതിന് വേണ്ടി
കൺസൾട്ടൻസിക്കും ഉപദേശ സംഘങ്ങൾക്കും വലിയ തോതിലുള്ള അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്താനും ഒക്കെ വലിയ ഒരു സംഖ്യയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഇവിടെ സർക്കാരിൻ്റെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പെൻഷൻകാർ 10-30 വർഷക്കാലം സർക്കാരിനെ സേവിക്കുകയും പൊതുസമൂഹത്തെ സേവിക്കുകയും ചെയ്ത പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചതുകൊണ്ട് ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൊച്ചു ത്രേസ്യ, CK ബാലകൃഷ്ണൻ, ദിലീപ്, സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.